അങ്ങനെ നമ്മളെ സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ് ഹൈദരാബാദ് ടു കൊച്ചിൻ, ഹൈദരാബാദ് എയർപോർട്ടിലേക്ക് എത്തി. ഇനി ഇവിടുന്ന് നമ്മൾ പയ്യെ കൊച്ചിയിലേക്ക്. ഓക്കെ, ഹൈദരാബാദ് എയർപോർട്ടിൽ നിറയെ ഷോപ്സ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളുടെ ഗേറ്റ് നമ്പർ 19 ആണ്. നമ്മുടെ ഫ്ലൈറ്റ് ഇന്ന് 7:45 9:30 അവിടെ എത്തും, കൊച്ചിയിലെത്തും. അപ്പോൾ നമ്മളതുവരെ കുറച്ച് സമയമുണ്ട്, ഒരു 2 hours ഉണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ യാത്രാ വിവരണങ്ങൾ പതിയെ നടത്തും. ഓക്കെ, എസ്കലേറ്ററാണിത്. നല്ല രസമുണ്ടല്ലേ. പതിയെ പോകുന്ന, നടക്കണ്ട, അവൻ കൊണ്ടുവന്നങ്ങ് എത്തിച്ചോളും. ഷോപ്പല്ലേ, അല്ലേ അപ്പോളോ ഫാർമസി. ഓക്കെ, ഞാൻ ഈ ബ്യൂട്ടി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ സ്റ്റില്ലൊക്കെ എടുത്തിട്ട് പോയിട്ടായിരുന്നു. പക്ഷേ ഇത് ഇപ്രാവശ്യമാണ് ഒന്ന് വിഷ്വൽ ആക്കാൻ പറ്റിയത്. നൈസല്ലേ. ഗേറ്റ് നമ്പർ 15, നമ്മുടെ ഗേറ്റ് നമ്പർ 19 ടൈമുണ്ട് 1:01 to 1:04. 15 അങ്ങോട്ടാണ്. ഇവിടെ വന്നപ്പോൾ ഒരു സാധനം ചെയ്ത് വെച്ചിരുന്നുണ്ടോ. ഒരു ദീപാവലി സ്പെഷ്യലാണെന്ന് തോന്നുന്നു കേട്ടോ. അത് നല്ല ഭംഗിയുണ്ട്. ഇവിടുന്ന് ഒരു സൺസെറ്റ് എടുക്കാം. അടിപൊളി സൺസെറ്റ് കിട്ടിയില്ലേ, ഞെട്ടിക്കുന്ന സൺസെറ്റ് ആയിരുന്നു.
വെച്ചിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. സിഗ്നലിന് വേണ്ടി ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അടിപൊളി. നമ്മൾ കുറച്ച് നേരത്തെ എയർപോർട്ടിലേക്ക് വന്നാൽ മോശമായില്ലല്ലേ? ഓ, ലാൻഡ് ചെയ്താണ്ടോ അത് പ്രേരിച്ചിട്ട്? ടേക്ക് ഓഫ് അല്ല, ലാൻഡ് ചെയ്താണ്. ഒരെണ്ണം കുഴപ്പമുണ്ട്. സൺസെറ്റ് കിട്ടി, നല്ലൊരു ഷോട്ടും കിട്ടി. ഓക്കെ, അതിഗംഭീരമായ ലേറ്റുകൾക്കൊടുവിൽ നമ്മൾ റൈഡിലേക്ക് ചലിക്കുന്നു. അത് ഏകദേശം 1.5 മണിക്കൂർ ലേറ്റ് ചെയ്തു. ഈ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ അങ്ങനെയാണ്. മിക്കവാറും എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ എന്നാൽ സർവ്വസാധാരണമാണ്. എന്തായാലും നമ്മളങ്ങനെ നേരെ ഫ്ലൈറ്റിലേക്ക് കയറാണ്. ഇനിയിപ്പോൾ ഉള്ളിൽ എന്താ സംഭവം എന്ന് നോക്കാം. അങ്ങനെ നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയിട്ടുള്ള വിൻഡോ സീറ്റ് തന്നെയാണ്. 22A ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മളങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ നോക്കാം എന്തൊക്കെ കാഴ്ചകൾ ഇനി ഇവിടെ കാണാൻ പറ്റും. നമ്മളെ കൊച്ചി എയർപോർട്ടിൽ എന്തൊക്കെ കാണാൻ പറ്റുമെന്ന് കൂടി നമുക്ക് നോക്കാം. ഓക്കെ, നൈറ്റിൽ ഒരു ബ്യൂട്ടി ആണല്ലേ എയർപോർട്ട്. നമ്മുടെ ഫ്ലൈറ്റിന് സിഗ്നലായി. नमस्कार, कृपया ध्यान दें। अब हम आपके सामने इस विमान की सुरक्षा सुविधाओं का प्रदर्शन करेंगे। आपकी सुरक्षा हमारे लिए अत्यंत महत्वपूर्ण है। इस विमान की सुरक्षा में आप दूसरे विमानों से अलग हो सकते हैं, इसलिए आपसे निवेदन है कि आप हमारी क्रू की ओर ध्यान दें। Dear guests, we will now demonstrate the safety features of this aircraft. Your safety is our most concern, and the safety features very different from other aircraft. We request you to direct your full attention to the cabin crew in front of you. നമ്മുടെ ഫ്ലൈറ്റ് ലൈറ്റായിട്ട് അലങ്ങി തുടങ്ങി. നമ്മളും ആ ഫ്ലൈറ്റ് പിടിച്ചിട്ട പോലെ നമ്മുടെ ഫ്ലൈറ്റും അങ്ങനെ പിടിക്കാൻ പോവാണ്. അടിപൊളി. ये आपकी सीट बेल्ट है। सीट बेल्ट बांधने के लिए इस मेटल टिप को बकल में डालें और बच्चे खींच लो से कस लीजिए। बेल्ट खोलने के लिए सांप उठाइए, दोनों छोरों को अलग कर दीजिए। यदि इस प्रकार का ऑक्सीजन मास्क आपके कुर्सी के ऊपर लगे पैनल से बाहर आए तो उसे तुरंत अपने और खींचे। उस तरह से नाक और मुख ढककर सामान्य ढंग से सांस लेते रहें। दूसरों की सहायता करने। इस विमान पर 8 आपातकालीन द्वार के 2 विमान के पिछले हिस्से में 4 ओवरबिंकर और 2 द्वार विमान के अगले।
Hyderabad. നമ്മൾ കൊച്ചിയിൽ ലാൻഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ബൈ. नमस्कार, कोची अंतर्राष्ट्रीय हवाई अड्डे पर आप सबका स्वागत है। इस समय बाहर का तापमान 25 डिग्री सेल्सियस है। आपकी सुरक्षा के लिए आपसे निवेदन है कि कृपया अपनी कुर्सी पर बैठे रहें और अब आप अपने मोबाइल फोन का उपयोग कर सकते हैं। सामान कक्ष खोलते समय सावधानी बरतें। आपसे निवेदन है कि विमान से निकलने से पहले अपनी सीट पॉकेट और ओवरहेड कंपार्टमेंट्स की जांच कर लें ताकि आपकी कोई भी जरूरी सामान विमान में न रह जाए। हमारे सभी अतिथियों की सुविधा के लिए हम आपसे अनुरोध करते हैं कि जाने से पहले अपने सामान का दोबारा जांच कर लें। इससे सही यात्रियों के साथ बैग बदल जाने की संभावना नहीं रहेगी। आपके साथ यात्रा करके हमें बहुत खुशी हुई और हम दोबारा आपके साथ यात्रा करने की कामना करते हैं। आगमन में किसी भी प्रकार की सहायता के लिए कृपया हमारे ग्राउंड स्टाफ से संपर्क करें। एयर इंडिया एक्सप्रेस के साथ यात्रा करने के लिए धन्यवाद। जय हिंद। അങ്ങനെ തിരിച്ച് നാട്ടിലെത്തി. ആകാശയേറെ കൊള്ളാട്ടോ. ഇപ്പം നമ്മൾ വന്ന ഫ്ലൈറ്റ് കൊള്ളാം. എയർ ഇന്ത്യ എക്സ്പ്രസ്സിലാണ് ഇപ്പോൾ വന്നത്. പക്ഷേ എയർ ഇന്ത്യ എക്സ്പ്രസ് ഇപ്പോൾ കൊള്ളാം, നന്നായിട്ടുണ്ടായിരുന്നു. ഫ്ലൈറ്റ് പുതിയ ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടായിരുന്നു. നല്ല സീറ്റിംഗ്, ലെഗ് സ്പേസ് ഒക്കെ നന്നായിരുന്നു. കുറച്ചുകൂടി രസമുണ്ട്. സാധാരണ കയറുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീലല്ല, കുറച്ചും കൂടി ഒരു പുതിയൊരു ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഭയങ്കര രസമുണ്ടായിരുന്നു. ട്രാവലും നന്നായിരുന്നു. ഓക്കെ.